Hello everyone, welcome back to Learn Coding with me. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HTML സീരീസിലെ HTML attributes എന്നുള്ള സെക്ഷനാണ്. സോ HTML attributes എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ HTML attributes provide additional information about HTML element. നമ്മുടെ HTML elementന് additional informations പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കീവേഡ്സ് ആണ് HTML attributes എന്ന് പറയുന്നത്. All HTML elements can have attributes. എല്ലാ എലമെന്റ്സും ഫോർ എക്സാമ്പിൾ h1 ടാഗ് എടുക്കുകയാണെങ്കിൽ p ടാഗ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ എലമെന്റ്സിനും നമുക്ക് എന്ത് ഉണ്ടാവാം, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാം. ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് എലമെന്റ്സിന് അഡീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ആരുള്ളത്, ഈ പറയുന്ന ആട്രിബ്യൂട്ട് ഉള്ളത്. ആട്രിബ്യൂട്ട്സ് ആർ ഓൾവേസ് സ്പെസിഫൈഡ് ഇൻ ദ സ്റ്റാർട്ട് ടാഗ്. എപ്പോഴും ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റാർട്ട് ടാഗിലായിരിക്കും. ആട്രിബ്യൂട്ട്സ് യൂഷ്വലി കം ഇൻ നെയിം വാല്യൂ പെയർ. നമ്മൾ യൂഷ്വലായിട്ട് ആട്രിബ്യൂട്ട്സ് എഴുതുന്നത് എങ്ങനെയാണ്, നെയിം വാല്യൂ പെയർ ആയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമേജ് SRC ആണ് ആട്രിബ്യൂട്ട്. SRC ഈക്വൽ ടു നമ്മളവിടെ പാത്ത് എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അത് നോക്കുകയാണെങ്കിൽ നമ്മൾ HREF ആട്രിബ്യൂട്ട് എന്താണെന്ന് നോക്കാം. നമ്മുടെ HREF ആട്രിബ്യൂട്ട് ആങ്കർ ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ്. ആങ്കർ ടാഗ് എന്താ, ദ ആങ്കർ ടാഗ് ഡിഫൈൻ എ ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്ന എ ടാഗ് അല്ലെങ്കിൽ ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത്. The HREF attribute specify the URL of the page the link goes to. അതായത് നമ്മുടെ പേജിൽ ഇപ്പം നമ്മൾ ആങ്കർ ടാഗിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ലിങ്ക് തൊടുമ്പോൾ നമ്മളൊക്കെ ഒരു പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് പോവുമല്ലോ, ആ പേജിന്റെ പാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ URL പാത്തല്ല URL കൊടുക്കാൻ വേണ്ടിയിട്ടാണ് HREF എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ, HREF നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ HREF ഈക്വൽ ടു HTTP പറഞ്ഞിട്ട് ആ URL കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിസിറ്റ് V3 സ്കൂൾ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എങ്ങോട്ട് പോകും, ആ HREF കൊടുത്തിട്ടുള്ള URL ഉള്ള പേജിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. സോ SRC ആട്രിബ്യൂട്ട് അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഇമേജ് ടാഗിലാണ് നമ്മൾ SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇമേജ് ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് SRC. ഇമേജ് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനാണ് HTML. അതുപോലെ തന്നെ SRC ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദ പാത്ത് ടു പാത്ത് ഓഫ് ദ ഇമേജ്. അതായത് നമ്മുടെ ഇമേജിന്റെ പാത്ത് ഡിഫൈൻ ചെയ്യാനാണ് SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. താഴെ കാണുന്ന എക്സാമ്പിൾ കണ്ടല്ലോ, ഇമേജ് SRC, ഇമേജ് ഗേൾ JPG. അതിൽ SRCയിലാണ് ആ ഒരു സോഴ്സ്, ആ ഒരു പാത്ത് നമ്മൾ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇനിയും കാണാൻ പറ്റും ഒരുപാട് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇനിയും ഉണ്ട്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇമേജിൽ തന്നെ ഹൈറ്റ് വിഡ്ത്ത് അങ്ങനെ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് മൊത്തത്തിലുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ആൾ HTML എലമെന്റ് ഹാവ് ആട്രിബ്യൂട്ട്. എല്ലാ HTML എലമെന്റിനും ആട്രിബ്യൂട്ടിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ആങ്കർ ടാഗിന്റെ ആട്രിബ്യൂട്ടാണ് HREF. അതുപോലെ തന്നെ ഇമേജ് ടാഗിന്റെ ആട്രിബ്യൂട്ടാണ് SRC. അതുപോലെ തന്നെ ഇമേജ് ടാഗിന്റെ വേറെ രണ്ട് ആട്രിബ്യൂട്ട് ആണ് വിഡ്ത്തും ഹൈറ്റ് ആട്രിബ്യൂട്ടും. നമുക്ക് ഇമേജിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിഡ്ത്തും ഹൈറ്റ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇമേജ് ടാഗ് SRCക്കകത്ത് നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, സോഴ്സ് എഴുതും, image.jpg. ആ ഇമേജ് ആയിരിക്കും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വിഡ്ത്ത് കൊടുക്കാനായിട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് കൊടുക്കാനായിട്ട് വിഡ്ത്തിനകത്ത് 100 പിക്സൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 100 പിക്സൽ വിഡ്ത്ത് ഉള്ളൊരു ഇമേജ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അതുപോലെ തന്നെ ഹൈറ്റ് ഈക്വൽ ടു 100 പിക്സൽ. അപ്പോൾ ഹൈറ്റ് 100 പിക്സലും അതുപോലെ തന്നെ വിഡ്ത്ത് 100 പിക്സലും ഉള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സ്ക്രീനിൽ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. മനസ്സിലായോ? അതാണ് ഈ വിഡ്ത്തും ഹൈറ്റും പറയുന്നുള്ള ആട്രിബ്യൂട്ടിന്റെ യൂസ്. നമ്മുടെ ഇമേജിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നമുക്ക് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ആൾട്ട് ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇമേജ് SRC നമ്മൾ സോഴ്സ് കൊടുക്കുക. ആൾട്ട് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഇമേജ് SRC നമ്മൾ സോഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ കോപ്പി ചെയ്ത പാത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ആ സോഴ്സ് കറക്റ്റ് ആയില്ല എന്ന് വെച്ച് നമ്മുടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യില്ല. ആ ഒരു കേസിലാണ് നമ്മൾ ആൾട്ട് ആട്രിബ്യൂട്ടിന്റെ യൂസ്. നമ്മൾ ആൾട്ടിൽ കൊടുക്കുന്ന ഏതൊരു കാര്യം, ഇപ്പോൾ ഇമേജ് JPG എന്ന് പറയുന്നത് ഇമേജ് ഒരു ഫ്ലവർ ആണ് അല്ലെങ്കിൽ എന്താണെന്ന് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്, അതായിരിക്കും നമ്മുടെ ഇമേജ് JPG എന്നുള്ള ആ ഇമേജ് വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് ബ്രൗസറിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ദിസ് ഈസ് ആൻ ഇമേജ് ഓഫ് എ ഡോഗ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇമേജ് JPG ഇൻ കേസ് ഓപ്പൺ ആയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആൾട്ട് കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമുക്ക് കാണുക. ഇത് നമുക്ക് കൂടുതൽ ഇമേജ് ടാഗ് പഠിക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമുക്ക് നോക്കാം.
ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാ സ്റ്റൈൽ ആട്രിബ്യൂട്ട്. നമ്മൾ സ്റ്റൈൽ ടാഗ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ H1 എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യുകയാണ്. H1 ടാഗിനകത്താണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ ഇൻലൈൻ ആയിട്ട് സ്റ്റൈൽ ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റൈലിനകത്ത് ഞാൻ കളർ കോളൻ ഗ്രീൻ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ H1 കൊടുക്കുന്ന ഏതൊരു ടെക്സ്റ്റ് ആണെങ്കിലും അത് ഗ്രീൻ കളറിൽ കാണും. ഓക്കെ, ഇപ്പം ഞാൻ വെൽക്കം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, H1. അപ്പോൾ നമ്മുടെ ഈ വെൽക്കം എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എന്തിലായിരിക്കും കാണുക? ഗ്രീൻ കളറിലായിരിക്കും നമ്മുടെ ബ്രൗസറിൽ കാണുക. അതുപോലെ തന്നെ നമുക്കിത് HTML വരുന്ന പിന്നെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ പറയുന്ന ടൈറ്റിൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടാഗിനെ കുറിച്ച്. ഇതുപോലെ കുറേ ആട്രിബ്യൂട്ട്സ് നമുക്ക് HTML ബിൽഡിനായിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ടാഗിൻ്റെ എലമെൻറ്റിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക,